ഓക്കെ, മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ആ ഗ്യാപ്പ് ഡൗൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വലിയൊരു ഇനീഷ്യലി ഡൗൺ സൈഡിലോട്ടാണ് മൂവ് ചെയ്തത്. നല്ലൊരു മൂവ് ഡൗൺ സൈഡിലോട്ട് തന്നു. ഇവിടെ നിന്ന് നമുക്ക് എൻട്രീസ് കിട്ടിയിട്ടില്ല. അതിനുശേഷം മാർക്കറ്റ് ഒരു ഡിമാൻഡ് ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഹൈസ് ടേക്ക് ഡൗൺ ചെയ്തു. ടേക്ക് ഡൗൺ ചെയ്ത് പിന്നെയും ഡിമാൻഡ് ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഹൈസ് ടേക്ക് ചെയ്യുന്നു. ഡൗൺ സൈഡിലോട്ട് ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡിലോട്ട് വന്ന സ്വിങ് ഹൈസ് എല്ലാം ടേക്ക് ഡൗൺ ചെയ്തിട്ട് പിന്നെ ഏകദേശം 11:30 ഒരു സപ്ലൈ ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ബിൽഡപ്പ് അല്ല, ഇതൊരു സപ്ലൈ സോണാണ്. ഒരു സോണായി ക്രിയേറ്റ് ചെയ്തു. ഈ സോണ് പക്ഷേ ഈ ലോയെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാതെ അത് വീണ്ടും ഒരു ഡിമാൻഡ് ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്ത് പോയി. നമുക്ക് ഇവിടാണ് ഒരു എൻട്രി കിട്ടിയത്. ഇതൊരു സപ്ലൈ സോണാണ്, ഇത്രയും ഡിമാൻഡ് ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അപ്സൈഡ് എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തു. ഈ ഒരു ഡിമാൻഡ് ബിൽഡപ്പിന് ഈ ഒരു VIP ടാപ്പ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടുന്ന് അപ്സൈഡിലോട്ട് എൻട്രി എടുത്തു. 37 പോയിൻറ്റ്സ് ആയിരുന്നു സ്പോട്ടിൽ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു VIP ആണ് ആദ്യം ടാർഗറ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ SL ട്രെയിൽ ചെയ്തപ്പോൾ നമ്മൾ മാക്സിമം ഇത് ഫുള്ള് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ എൻട്രിയാണ് എടുത്തത്. ഇതിൽ പ്രീമിയത്തിൽ ഏകദേശം 26 പോയിൻറ്റ്സാണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം വീണ്ടും ഒരു പുൾ ബാക്ക് പോലെ വന്നിട്ട് വീണ്ടും ഒരു ഡിമാൻഡ് ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്ത് ഹൈസ് എടുത്ത് ഈ ഹൈ ടേക്ക് ഡൗൺ ചെയ്ത് വലിയൊരു മൂവ് അപ്പ് സൈഡിലോട്ട് തന്നു. ഒന്നും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് നമുക്ക് എൻട്രീസ് ഇല്ലായിരുന്നു. അതിനുശേഷം 3 ഡിമാൻഡ് ബിൽഡപ്പ്സ് കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഹൈസ് എല്ലാം ടേക്ക് ചെയ്തപ്പം നമ്മൾ വീണ്ടും ഒരു ട്രേഡ് അപ്പ് സൈഡിലോട്ട് പ്ലാൻ ചെയ്തു. ഈ ഒരു VIP ടാപ്പ് 2 VIP ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ റിസ്ക് ടു റിവാർഡ് കിട്ടുന്ന രീതിയിൽ ഈ ഒരു VIP ടാപ്പ് ചെയ്യുമ്പോൾ എടുക്കാം. ഇതും നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടും. പക്ഷേ നമുക്ക് ഓൾറെഡി ആദ്യം ഒരു എൻട്രി എടുത്ത് ടാർഗറ്റ് അടിച്ചതുകൊണ്ട് നമുക്ക് അധികം റിസ്ക് എടുക്കണ്ട. ഇവിടെ വരുവാണെങ്കിൽ എടുത്താൽ മതി എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഇവിടെ മാർക്കറ്റ് വന്നു, ഇവിടെ ടാപ്പ് ചെയ്തു. ഇവിടുന്ന് ഒരു റിജക്ഷൻ കാണിച്ചു. പക്ഷേ അത് ഫെയിലായിട്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ടാപ്പ് ചെയ്തു. മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന പോലെ നമ്മളെ തോന്നിപ്പിച്ചു. പക്ഷേ ഇൻസ്റ്റൻ്റ്ലി മാർക്കറ്റ് SL അടിച്ചു. ഏകദേശം 52 പോയിൻറ്റ്സ് ആയിരുന്നു ടാർഗറ്റ് വെച്ചിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇൻസ്റ്റൻ്റ്ലി SL അടിച്ചു. ഏകദേശം 0.6% SL ബുക്ക് ചെയ്തു. ഏകദേശം 6,000 സംതിങ് റുപ്പീസ് SL ബുക്ക് ചെയ്തു. ഫസ്റ്റ് ഇതിൻ്റെ ടാർഗറ്റ് ഏകദേശം 17,000 റുപ്പീസ് ആയിരുന്നു. സോ ഓൾമോസ്റ്റ് 11,000 റുപ്പീസ് പ്രോഫിറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തു.